السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا اخترتك فاستمع لما يوحى. إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى. عن عثمان بن عفان رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم: من مات وهو يعلم أنه لا إله إلا الله دخل الجنة أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സ്നേഹിതൻ ഷേഖ് അൻസാരി നദ്വി അവറുകൾ, ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ അബ്ദുസലാം ഉസ്താദ് അവറുകൾ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഖിറാഅത്ത് നടത്തിയ സദസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദന്മാർ, വേദിയിലും സദസ്സിലുമായുള്ള ഉസ്താദന്മാരെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാഹെ മുആശറ, സാമൂഹിക സംസ്കരണം എന്ന വിഷയത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് രാജ്യവ്യാപകമായി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ മഹത്തായ കലാലയത്തിൽ ഇങ്ങനൊരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പൊതു പരിപാടി നടക്കുന്നത് ഇങ്ങനെയുള്ളൊരു വലിയ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിലാണ്. വലിയ സ്ഥാപനമെന്ന് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ബാഹ്യമായ വലിപ്പത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം, ഈ സ്ഥാപനം നിലനിൽക്കുന്ന ഇതിൻ്റെ ഏക്കറുകളുടെ എണ്ണം, അവിടുത്തെ ബിൽഡിങ്ങുകളുടെ എണ്ണം, ഇവിടുത്തെ ഗുരുനാഥന്മാരുടെ എണ്ണം, ഇതൊന്നും ഉദ്ദേശിച്ചല്ല. മറിച്ച് വളരെ കൃത്യമായി ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നല്ല രീതിയിൽ ത്യാഗം ചെയ്ത് മുമ്പോട്ട് വന്ന വലിയൊരു മഹാന്മാരുടെ വഴിത്താരയെ, മൻഹജിനെ പിന്തുടർന്ന് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് എന്ന ചിന്തയിലാണ് ഈ വലിയൊരു സ്ഥാപനമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, ദാറുൽ ഉലൂം ദേവ്ബന്ദ്, ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ, മളാഹിറുൽ ഉലൂം സഹാറൻപൂർ തുടങ്ങിയ ഇന്ത്യയിലെ തലയെടുപ്പുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ച മഹത്തുക്കളായ മഹാന്മാർ, പണ്ഡിതന്മാർ, തൊട്ടതിനെല്ലാം പൊന്നാക്കിയ, മുന്നോട്ട് വെച്ച എല്ലാ കാൽവയ്പ്പുകളിലും അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടിയ ആ മഹാരഥന്മാരുടെ വഴിയിലാണ് നമ്മുടെ ഈ സ്ഥാപനവും നിലകൊള്ളുന്നത്. ഇത് കേവലം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേവലം ഒരു സ്ഥാപനമല്ല, മറിച്ച് ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന പരിശുദ്ധമായ ദീനിൻ്റെ ഇഖാമത്തിനും ഹിഫാളത്തിനും ദീനിൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ശൃംഖലയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനങ്ങൾ.
നമുക്കറിയാം ദാറുൽ ദൈവബന്ദ് അല്ലെങ്കിൽ ദാറുൽ നദ്വത്തുൽ ഉലമ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അവരുടെ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ അത് രാജ്യത്തിൻ്റെ എല്ലാ അതിർത്തികളും വിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഭൗതികമായ താല്പര്യങ്ങൾ ഏതുമില്ലാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ലോകത്ത് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ബാഹ്യമായി നമ്മളുടെ നോട്ടത്തിൽ 100% നിഷ്കളങ്കമായി ഈ പരിശ്രമം ഈ ഒരു വഴിത്താര അതിൻ്റെ പ്രവർത്തനങ്ങൾ പന്തലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൽമിയായ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കിപ്പോഴും നിസാമുദ്ദീൻ മർക്കസിൻ്റെ മുന്നിൽ പോയി നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. വളരെ പ്രായം ചെന്ന പുരുഷന്മാരും സ്ത്രീകളും ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ സഞ്ചരിച്ചിട്ട് വഴിയിടിച്ച് ആ മർക്കസിലേക്ക് വന്നു കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആലോചിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചാൽ ബോധ്യപ്പെടും ഇത് ഭൗതികമായ ആരുടെയെങ്കിലും കേവലം ഏർപ്പാട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ വലിയ കബൂലിയത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ഈ കെട്ടകാലം എന്ന് നമ്മൾ പറയും. കെട്ടകാലമൊന്നുമല്ല, കാലം കെടാറില്ല. എന്നാലും ജാഹിലിയത്തിൻ്റെ അതിപ്രസരം കാണുമ്പോൾ മനുഷ്യരങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഈ കെട്ടകാലഘട്ടത്തിലും ലോകം ഇത്രത്തോളം വിവിധങ്ങളായ അക്രമങ്ങളിൽ മുങ്ങിക്കഴിയുന്ന ഈ നവലോകക്രമത്തിലും ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ നാടുകളിലും പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചു തന്ന ദീനിൻ്റെ വഴിയുള്ള സഞ്ചാരത്തിൽ ആബാലവൃദ്ധം ജനങ്ങളും അതിൽ വ്യത്യാസങ്ങളില്ലാതെ, നിറവ്യത്യാസമോ പാണ്ഡിത്യം സമ്പത്ത് അധികാരം ഇങ്ങനത്തെ വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു സഞ്ചാരം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാരഥന്മാർ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ കബൂലിയത്ത് കിട്ടിയതിൻ്റെ അടയാളമാണ് എന്ന് 2 വട്ടം ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. അപ്പം അങ്ങനെയുള്ള മഹാന്മാരുടെ വഴിത്താരയിൽ നമ്മളുടെ നാട്ടിൽ വളർത്തി വലുതായിക്കൊണ്ടിരിക്കുന്ന കലാലയങ്ങൾ, സ്ഥാപനങ്ങൾ, ഇത് എത്രത്തോളം അനുഗ്രഹീതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രത്തോളം വലുതാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഈ കലാലയത്തിൻ്റെ മുറ്റത്താണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇസ്ലാഹെ മുആശറ എന്ന പേരിൽ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാഹെ മുആശറ എന്ന് പറഞ്ഞാൽ സമൂഹം മൊത്തത്തിൽ സംസ്കരിക്കപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ലക്ഷ്യം നമുക്കറിയാം, ലോകത്തെ സൃഷ്ടിച്ചൊരുക്കിയ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്തെ മുഴുവനും സംസ്കരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടവർ പ്രവാചകന്മാരാണ്, നബിമാരാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക സംസ്കരണത്തിന് നമ്മളുടെ മുന്നിൽ പുതിയ പദ്ധതികൾ, പുതിയ രീതികളൊന്നുമില്ല. ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. പ്രവാചകന്മാരെ സംബന്ധിച്ച് ദീർഘമായി പറഞ്ഞതിന് ശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. ആ പ്രവാചകന്മാരാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്കാരം കിട്ടിയവർ, ഹിദായത്ത് കിട്ടിയവർ, സംസ്കൃതി കൈവരിച്ചവർ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹിദായത്തിനെ, അവരിലൂടെ ഉണ്ടായ സംസ്കൃതിയെ താങ്കളും പിൻപറ്റുക. കുല്ലാസ്അലുക്കും അലൈഹി അജ്റ, താങ്കൾ ജനങ്ങളോട് പറയുക, ഞാൻ നിങ്ങളോട് ഇതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇത് സർവ്വലോക മനുഷ്യർക്കുള്ള ഒരു ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം ലോകത്തെ എങ്ങനെ സംസ്കരിച്ചോ ആ ഒരു മാർഗം മാത്രമാണ് ഈ ലോകാവസാനം വരെ മനുഷ്യരെ സംസ്കരിക്കാനുള്ളത്. വേറൊരു മാർഗമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ.
ലോകത്തേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും ലോക മനുഷ്യരോട് എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞത് അടിസ്ഥാനപരമായി ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്, മറ്റൊന്ന് ആഖിറത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. മൂന്നാമത് ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ശരീഅത്തും റിസാലത്തും അനുസരിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുള്ള പ്രവാചകരാണ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ പറയാത്ത വലിയ അധ്യായങ്ങളില്ല ഖുർആനിൽ. എവിടെ നോക്കിയാലും എവിടെങ്കിലുമൊക്കെ ആ പേര് ഇങ്ങനെ കടന്നു പോയതായിട്ട് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം പറയുന്നു, നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടം പറയുന്നു, നുബുവത്തിന് ശേഷമുള്ള കാലഘട്ടം പറയുന്നു. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ പ്രബോധിതരായ നമ്മളോട് ഇസ്രായേലിൽ കഴിഞ്ഞു പോയ ഒരു പ്രവാചകനെ ഇത്രത്തോളം അല്ലാഹു തആല പരിചയപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ ആ മൂസാ നബിയുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും ഖുർആനിന്റെ അഹ്ലുകാരായ ഈ സമുദായത്തിന് അഥവാ ലോകത്തിന്റെ അവസാന ദിശയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങളും ഗുണപാഠങ്ങളും ഉണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ ആദ്യമായി മൂസാ നബിയോട് അല്ലാഹു തആല സംസാരിക്കുന്ന സംഭാഷണം ഖുർആനിലെ വിവിധ അധ്യായങ്ങളിൽ വരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സംഭവം പറയുന്നു, പിന്നീട് ഫിറഔന്റെ കൊട്ടാരത്തിൽ വളർന്ന സംഭവം പറയുന്നു, കിബിത്തിയായ മനുഷ്യനെ അവിചാരിതമായി അയാളുടെ മേൽ ഏൽപ്പിച്ച ഒരു പ്രഹരത്തിൽ ആ മനുഷ്യൻ മരണപ്പെടുന്ന കാര്യം പറയുന്നു. അവിടെ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് മിസ്രിൽ നിന്നും ഈജിപ്തിൽ നിന്നും നാട് വിട്ട് മദിയനിലേക്ക് പോകുന്നു. മദിയനിൽ പോയി മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീഴിൽ 8-10 വർഷം ജീവിക്കുന്നു. അവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു, ഷുഐബ് നബിയുടെ തർബിയത്തിൽ കഴിയുന്നു. പിന്നീട് മൂസാ നബിയുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം, നാട്ടിലേക്കൊന്ന് മടങ്ങിപ്പോകണം, തൻ്റെ ഉമ്മയെ കാണണം, തൻ്റെ സഹോദരനെ കാണണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയുമായിട്ട് നടന്ന് മടങ്ങി മിസ്രിലേക്ക് വരുന്ന സംഭവം ഖുർആനിൽ പറയുന്നു. ആ വരുന്ന വരവിലാണ്, ആ കാഴ്ചയിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നുബുവത്ത് കിട്ടുന്നത്. പരിശുദ്ധ ഖുർആൻ ആ രംഗം വിവരിക്കുന്നിടത്ത് ഖുർആനിന്റെ സന്ദേശങ്ങളും ഖുർആനിന്റെ ദറസും ഖുർആനിന്റെ തഫ്സീറും നിരന്തരമായി മലയാള നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാലയത്തിൽ നിങ്ങളൊക്കെ അത് ധാരാളം കേട്ടിട്ടുണ്ടാവും. ആ വരവിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസിനായുടെ പ്രദേശത്തെത്തി. നല്ല തണുപ്പ്, ശൈത്യം, രാത്രിയായി. വെളിച്ചം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ചില മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ ഷുഐബ് നബിയുടെ മകൾ സഫൂറ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, അവർ ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൂരെ ഒരു വെളിച്ചം കണ്ടപ്പോ ഭാര്യയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ആ കാണുന്ന വെളിച്ചത്തിൽ ഒന്നുകിൽ അത് അവിടെ നിന്നും നമുക്ക് വഴി പറഞ്ഞു തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നിന്നും അല്പം നമുക്ക് എടുത്തുകൊണ്ടുവന്ന് നമുക്ക് നടന്നു പോകാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർത്തിയിട്ട് സീനാ താഴ്വരയിലേക്ക് പോകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ആലമീന്റെ സംഭാഷണം കേൾക്കുക. മൂസാ നബിയോട് അല്ലാഹു തആല പറയുന്നു, നീ പരിശുദ്ധമായ തുവാ പ്രദേശത്താണ്, അതുകൊണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. ഞാൻ താങ്കളെ പ്രവാചകരായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം സശ്രദ്ധം കേൾക്കണം, സശ്രദ്ധം കേൾക്കണം. ശരിക്കും അല്ലാഹു തആലക്ക് അറിയാം അല്ലാഹു മൂസാ നബിയെ അയക്കുന്നത് ആരിലേക്കാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന ദീനിന്റെ, തൗഹീദിന്റെ, കലിമത്തിന്റെ, ഇസ്ലാമിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ഫിറഔനിലേക്കാണ്. ഞാനാണ് റബ്ബ് എന്നും ഞാനാണ് ഇലാഹെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ വളരെ കുറവേ ഉള്ളൂ ലോകത്ത്. മഹാനായ മുല്ല അലിൽ കാരി റഹ്മത്തുള്ളാഹി ശറഹ് ഫിഖ് അക്ബറിന്റെ ശറഹിൽ എഴുതുന്നുണ്ട്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ഫിഖ് അക്ബറിന്റെ ശറഹിൽ എഴുതുന്നുണ്ട്, ഒരു ദിവസം ഫിറഔന്റെ വാതിലിൽ പിശാച് വന്നിട്ട് മുട്ടി, ഇബ്ലീസ്. അപ്പൊ അകത്ത് നിന്നിട്ട് ഫിറഔൻ ചോദിച്ചു, ആരാണ് വന്നത്? അപ്പൊ ഇബ്ലീസ് വെളിയിൽ നിന്ന് പറഞ്ഞു, വീടിന്റെ പുറത്ത് വന്ന് ഒരാൾ മുട്ടിയാൽ ആരാണെന്ന് അറിയാത്തവനാണോ റബ്ബാണെന്ന് വാദിക്കുന്നത്?
ഇബ്ലീസിന് പോലും അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ റബ്ബാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് ആദമിന് സുജൂദ് ചെയ്യത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇവൻ റബ്ബാണെന്ന് വാദിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഫിറഔന്റെ അടുക്കലേക്കാണ് മൂസാ നബി അല്ലാഹു തആല അയക്കുന്നത്. അപ്പോ അതത്ര വലിയ പരീക്ഷണമായിരിക്കും ഒന്ന്. രണ്ടാമത്തത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസ്കരിച്ച, സാമൂഹിക സംസ്കരണം നടത്തിയ ഒരു ജനത. അത് ഖുർആനിൽ നമ്മൾ എത്ര PhD എടുത്താലും തീരത്തില്ല ആ സമൂഹത്തെ കുറിച്ചുള്ള വിവരണം. അത്ര വലിയൊരു സമൂഹം ബനു ഇസ്രായേൽ, അതൊരു വല്ലാത്ത സമൂഹം തന്നെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചെങ്കടൽ കടന്നതിന് ശേഷമുള്ള ജീവിതമാണ് ചെങ്കടലിന് മുമ്പുള്ളതിനേക്കാൾ ത്യാഗമേറിയത്. അത് ഖുർആൻ അറിയാവുന്ന നമുക്കറിയാം. ആ സമൂഹത്തെയും കൊണ്ട് മൂസാ നബിയുടെ ദഅവത്തിന്റെ രംഗത്തുണ്ടായ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഖുർആനിലൂടെ തന്നെ അള്ളാഹു പറയാണ് എത്രത്തോളം ത്യാഗം ചെയ്യേണ്ടി വന്നു എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സംസ്കരിക്കാനുള്ള അതികഠിനമായ പ്രയത്നം, അതിന് വേണ്ട സഹനത ചെറുതൊന്നും ആയിരിക്കില്ല. ഒരു പക്ഷേ ഭൂമി ലോകത്ത് വെച്ച് അല്ലാഹു തആല നേരിട്ട് സംസാരിക്കാനുള്ള ഒരു കാരണം പോലും അതായിരിക്കും. കലീമുല്ലാഹി മൂസ, അള്ളാഹുവിന്റെ സംഭാഷണം കേട്ടയാൾ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചു. ആ സംസാരം മൂസാ നബി കേട്ടു. അതിന്റെ രൂപം, രീതി അള്ളാഹു അല്ല നമുക്കറിയില്ല, കൈഫിയത്ത് അറിയില്ല. അള്ളാഹു സംസാരിച്ചു, മൂസാ നബി കേട്ടു, അത് ഖുർആനിൽ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള വലിയ ത്യാഗത്തിനും വലിയ പ്രതിസന്ധികൾക്കും പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികളും മറികടക്കാൻ ഒരു പ്രവാചകനെ തയ്യാറാക്കുമ്പോൾ അതിനാദ്യം റബ്ബുൽ ആലമീൻ കൊടുക്കുന്ന നിർദ്ദേശം നമ്മൾ കണ്ണും കാതും കൽബും തുറന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് വായിക്കേണ്ടവരാണ്. ഞാൻ താങ്കളെ പ്രവാചകരായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. ആയതുകൊണ്ട് ഞാൻ നൽകുന്ന ഈ വഹയ്യ്, ഈ വെളിപാട്, ഈ ദിവ്യബോധനം, അതിനെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന എന്താണ്? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഒരു മനുഷ്യന്റെ സംസ്കരണത്തിന്റെ ആദ്യത്തെ കാര്യം ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ ഒരു ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ കലിമ, അതിനെ താങ്കൾ അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക, ഉറപ്പിച്ചു വിശ്വസിക്കുക, മുറുകെ പിടിക്കുക. ഒന്നാമത്തെ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ലോകാവസാനം വരെയുള്ള സകലമാന മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരുക്കിയ അള്ളാഹു നൽകുന്ന ആദ്യത്തെ നിർദ്ദേശം അത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹരായി ആരുമില്ല എന്ന കാര്യം താങ്കൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ഈ കാര്യം പറയുന്നുണ്ട്. തങ്ങളെ ഖിതാബ് ചെയ്തുകൊണ്ട്, സംബോധന ചെയ്തുകൊണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾ അറിയുക, തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് നിരുപാധികം ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസ സംബന്ധമായി ഏതെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അത് മുഴുവനും സമ്പൂർണമായി വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ഉറപ്പിക്കുകയും അതിന് ഇൻഖിയാദ് കീഴ്പ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരാളുടെ സംസ്കരണത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത്. ഒരാളുടെ സംസ്കരണത്തിന്റെ തുടക്കം കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് പറഞ്ഞാൽ മാത്രം മതിയാകില്ല. അതിന്റെ ഷർത്തുകൾ പാലിക്കണം, അതിന്റെ നിബന്ധനകൾ ഉണ്ടാകണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് മാത്രമല്ല പറഞ്ഞത്, പല ഹദീസുകളിലും അതിന്റെ ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അവൻ അറിയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിഞ്ഞവനായ നിലയിൽ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അതിനോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് ആ പരിശുദ്ധമായ കലിമ ആദ്യം നിഷേധിക്കുകയാണ്. ഒരു ഭാഗത്ത് അത് നഫി ചെയ്യുന്നുണ്ട്, പിന്നെ അത് ഇസ്ബാത്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ആദ്യം നിഷേധത്തിന്റെ വാചകമാണ്. ലാ ഇലാഹ, ആരാധനയ്ക്ക് അർഹനായിട്ട് ആരുമില്ല എന്ന് നമ്മൾ പറയണം.
ആരുമില്ല. ലോകത്ത് അല്ലാഹു അല്ലാതെ ആരെയെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ? അതെത്ര വലിയ മഹാനാണെങ്കിലും പ്രവാചകരാണെങ്കിലും നബിയാണെങ്കിലും വലിയാണെങ്കിലും അല്ലാഹു അല്ലാതെ ആരെല്ലാം ആരാധിക്കപ്പെടുന്നോ ലാ ഇലാഹ, അവരാരും ആരാധനയ്ക്ക് അർഹരേ അല്ല. ആരാധനയ്ക്ക് അർഹനായി ആരുമില്ല. രണ്ടാമത് സ്ഥിരപ്പെടുത്തുകയാണ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചൊരുക്കി സംരക്ഷിച്ച് പോറ്റി പുലർത്തുന്ന അല്ലാഹു അല്ലാതെ ആരും ആരാധനയ്ക്ക് അർഹനായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹുവിന് മാത്രമായിരിക്കണമെന്ന് അറിയണം ഒരു മനുഷ്യൻ. അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ. ഇബാദത്തിന്റെ ഏതെല്ലാം വകുപ്പുകളുണ്ടോ അതാണ് നമസ്കാരത്തിൽ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പൊ ഇതിന് വിരുദ്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ കലിമയ്ക്ക് വിരുദ്ധമായ വാക്കുകൾ, പ്രവർത്തികൾ, ഇബാദത്തിൽ ഒരു മനുഷ്യൻ മറ്റാരെങ്കിലും പങ്കുചേർത്തു, ഇബാദത്തിന്റെ ഏതെങ്കിലും കാര്യത്തിൽ പങ്കുചേർത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ നഖ്ല് ചെയ്തയാളാകും, അതിനെ നിരാകരിച്ച മനുഷ്യനാകും. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. വമൻ യുശ്രിക് ബില്ലാഹ്, ആരല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നോ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല അവന്റെ പാർപ്പിടം നരകമാണ്. ഇത് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. റബ്ബുൽ ആലമീന്റെ സന്നിഗ്ധമായ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല അവനോട് പങ്കു ചേർക്കുന്നതിനെ മാപ്പ് ചെയ്യുകയില്ല. അതല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പാക്കി കൊടുക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല അറിയിക്കുന്നു, യബ്ന ആദം, ഓ മനുഷ്യ, നാളെ ആഖിറത്തിൽ നീ എന്നെ ആകാശമുട്ട പാപങ്ങളുമായി കണ്ടുമുട്ടി, ആകാശമുട്ട പാപങ്ങളുമായി കണ്ടുമുട്ടി. സുമ്മ ലാ യുശ്രികൂന ബി ശൈഅ സുമ്മ ലാ തുശ്രിക് ബി ശൈഅ, പക്ഷേ നീ എന്നോടൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ല എങ്കിൽ ആകാശം മുട്ട മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ്. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്താലും ആ മനുഷ്യൻ ഈമാനോടുകൂടിയാണ് ഈ ലോകത്തെന്ന് വിട പറഞ്ഞതെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം എത്ര വലിയ പാപങ്ങളാണെങ്കിലും ശിർക്കൊഴിച്ചുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കുമെന്ന് അല്ലാഹു തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ വലുതും ശിർക്കിന്റെ ചെറുതും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഗൗരവത്തോടുകൂടി നമ്മളെ താക്കീത് ചെയ്യുന്ന രണ്ട് പാപങ്ങളാണ്. ഒന്ന് വലിയ ശിർക്ക്, അത് ഇബാദത്തിൽ അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദിന്റെ കലിമയിൽ പങ്കു ചേർക്കുക. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, കെടുതികൾ ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഹൃദയങ്ങൾ അല്ലാഹു അല്ലാത്തവരിലൂടെ പരിഹരിക്കപ്പെടും എന്ന് ചിന്തിച്ച് അല്ലാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇബാദത്തുകൾ സമർപ്പിക്കുക. ഷെയ്ഖ് മുഹീദ്ദീൻ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഫതഹുൽ മുഈൻ, നമ്മുടെ എല്ലാം ദർസുകളിൽ ഫതഹുൽ മുഈനിൽ തന്നെ ബാബു രിദ്ദത്തിൽ എഴുതി, ഒരു മനുഷ്യൻ മുശ്രിക്കായി മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വസുജൂദിൽ മഖ്ലൂഖിൻ ഇഖ്തിയാറൻ മിൻ ഗൈരി ഖൗഫിൻ, ഒരു മനുഷ്യൻ ഒരു മഖ്ലൂഖിന് സുജൂദ് ചെയ്യുക സ്വന്തം ഇഷ്ടപ്രകാരം, മിൻ ഗൈരി ഖൗഫിൻ, ഭയമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മഖ്ലൂഖിന്റെ മുന്നിൽ ഒരാൾ സുജൂദ് ചെയ്താൽ അവൻ മുർത്തദ്ദായി പോകും. വലൗ കാന നബിയൻ വഇൻ അൻകറൽ ഇസ്തിഹ്ഖാഖ, അവനൊരു പ്രവാചകന് വേണ്ടിയാണ് അത് ചെയ്തതെങ്കിൽ പോലും ആ പ്രവാചകൻ ഈ സുജൂദിന് അർഹനല്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പോലും ഇതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഇബാദത്തുകളിൽ, നേർച്ചകളിൽ, ദുആകളിൽ അല്ലാഹുവിന്റെ സ്ഥാനം അല്ലാഹു അല്ലാത്തവർക്ക് കൽപ്പിക്കുന്ന ഒരു കാര്യം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയെ ആ മനുഷ്യൻ പൊളിച്ചവനാകും. ഇവിടെയാണ് ഒന്നാമത്തെ സംസ്കരണം നടക്കേണ്ടത്. നമ്മളോടാണ് സംസാരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയിൽ വിശ്വസിച്ചവരോട്. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ഭാഗം, അടിസ്ഥാന പോളിസി. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
നിരുപാധികം നമ്മൾ പറയുമ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ മുഴുവൻ ഉലൂഹിയത്തും അഥവാ ആരാധനയ്ക്ക് അർഹനായിരിക്കുക എന്ന വിഷയം അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുക. റുബൂബിയത്ത്, പോറ്റി പുലർത്തുന്ന സംരക്ഷിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുക. അസ്മാ സിഫാത്തുകളിൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ വിശേഷണങ്ങളിൽ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹു അല്ലാത്ത ആരിലും ആ അർത്ഥത്തിലില്ല എന്ന കാര്യം പൂർണ്ണമായും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അതിന് വിരുദ്ധമായ വിശ്വാസങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. ഇതാണ് സംസ്കരണത്തിന്റെ തുടക്കം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ കഅബയുടെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഒരു ഭാഗത്തിരിക്കുമ്പോൾ മുശ്രിക്കുകൾ ഇങ്ങനെ കഅബയെ തവാഫ് ചെയ്തുകൊണ്ട് വരുന്നു. കഅബയെ തവാഫ് ചെയ്യൽ അന്നുമുണ്ട്, ഹജ്ജ് കർമ്മം അവരന്നും ചെയ്യുന്നുണ്ട്, അവരന്നും അക്കീക്ക ഇറക്കുന്നുണ്ട്, ചേലാകർമ്മം ചെയ്യുന്നുണ്ട്, അവർ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ കഅബയുടെ മുറ്റത്ത് നിന്ന് നിസ്കരിച്ച് ഞാൻ ബോധം കെട്ട് വീണിട്ടുണ്ടെന്ന്. നമസ്കാരമുണ്ട്, അവര് ഒരർത്ഥത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് സംഭവിച്ചത് എന്താണ്? അവർ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർത്തു. ഈ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഅബയുടെ മുറ്റത്ത് തങ്ങൾ ഇരിക്കുമ്പോൾ മുശ്രിക്കീങ്ങൾ കഅബയെ തവാഫ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. തവാഫിൽ അവർ പറയും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അവർ പറയും, ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്താണ് ഞങ്ങൾ വന്നത്, നിനക്കൊരു പങ്കുകാരുമില്ല. അവരിത്രയും പറയുമ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വൈലുൽ ലക്കും ഖത് ഖത്, നിർത്ത്, നിങ്ങൾ നിർത്ത്, നിങ്ങൾ ഇനി പറയുന്ന കാര്യം പറയരുത് എന്നവരോട് പറയും. പക്ഷെ അവർ പറയും, ഇല്ലാ ശരീകൻ തംലികു ലക വമാ മലക, ഒരു പങ്കുകാരനൊഴിച്ച് ആ പങ്കുകാരനെ നീ തന്നെ പങ്കാക്കിയതാണ് എന്നവർ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മക്ക മുശ്രിക്കുകളുടെ പ്രശ്നം എന്താണ്? അവരൊരു ഭാഗത്ത് കഅബയെ തവാഫ് ചെയ്യുന്നുണ്ട്, പിന്നെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറയുന്നുണ്ട്, പിന്നെ ആ കൂട്ടത്തിൽ എന്തും കൂടെ പറയും, ഇല്ലാ ശരീകൻ തംലികു ലക വമാ മലക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദാത്തില്, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ, അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ റബ്ബാണെന്ന് അംഗീകരിക്കുന്നതിൽ ഒന്നും അള്ളാഹു അല്ലാത്ത ആർക്കും ഒരു സ്ഥാനവും കൊടുക്കാതെ ഹൃദയത്തെ ഖാലിസായി പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്ന ഒന്നാമത്തതാണ് മനുഷ്യ സമൂഹത്തെ സംസ്കരണത്തിന്റെ ആദ്യത്തെ ഭാഗം. ഇതാണ് എല്ലാ നബിമാരും പഠിപ്പിച്ചത്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹു പറഞ്ഞത്, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമി സ്വലാത്ത ലിദിക്രി. ഒന്നാമത്തെ കാര്യം ഈമാൻ, തൗഹീദ്, കലിമ. രണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം. എന്ന് മാത്രമല്ല അവസാനത്തെ നബിയാണെന്ന് വിശ്വസിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്ന മാർഗത്തിൽ മാത്രമാണ് മനുഷ്യന് വിജയമെന്ന് വിശ്വസിക്കണം. ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ അത് മുഴുവനും ഹക്കാണെന്നും യഖീൻ, ഹൃദയത്തിന് വാസ്തവമാക്കി ഉറപ്പിക്കണം. നബിതങ്ങളുടെ ഹദീനേക്കാൾ, നബിതങ്ങളുടെ മാർഗത്തെക്കാൾ ഉത്തമമായ ഒരു മാർഗമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. അതിന് വിരുദ്ധമായ വിശ്വാസമോ വാക്കോ പെരുമാറ്റം ഉണ്ടായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കലിമത്തിന് വിഘ്നം വരുത്തിയവനായി തീരും. ഇന്ന് ലോകത്ത് അതാണ് കൂടുതൽ സംഭവിക്കുന്നത്. നമുക്കറിയാം, ആധുനിക ലോകക്രമത്തിൽ പലപ്പോഴും മനുഷ്യൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇസ്മിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്മിഹു കാഫിറ യബീഉ ദീനഹു ലിഅർളി മിനദ് ദുനിയ. രാവിലെ മുഅ്മിനായിരുന്നവൻ വൈകുന്നേരം മുഅ്മിനല്ലാത്തവനാകും, വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ രാവിലെ മുഅ്മിനല്ലാതായി മാറും. യബീഉ ദീനഹു ലിഅർളി മിനദ് ദുനിയ, ദുനിയാവിന്റെ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി ദീനെ അവൻ വിറ്റുകളയും. പലപ്പോഴും സംശയങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അങ്ങനെ ചെയ്തത്? നബിതങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇസ്ലാമിലെ ആ നിയമം എന്തിനാണ്? ഇസ്ലാമിലെ ഈ നിയമം എന്തിനാണ്? ആ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ പുറത്തുപോയി. ഇനി രണ്ടാമതൊരു വാക്കിന്റെ കാര്യമില്ല, ആ ഒരൊറ്റ വാക്കുകൊണ്ട് പുറത്തു പോകും.
ഗൗരവം, എത്ര സീരിയസ് ആണ് നമ്മൾ സഞ്ചരിക്കുന്ന ലോകക്രമം നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹദിയിനേക്കാൾ, മാർഗത്തെക്കാൾ ഉത്തമമാണ് മറ്റൊരു മാർഗം എന്ന ചിന്ത ഒരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയ്ക്ക് വിഘ്നം വരുത്തുന്നതാണ്, തൗഹീദിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അപ്പൊ എവിടെയാണ് നമ്മളുടെയൊക്കെ ഈമാൻ? എവിടെയാണ് നമ്മളുടെ കുട്ടികളുടെ ഈമാൻ, നമ്മളുടെ തലമുറയുടെ ഈമാൻ? ഗൗരവമായിട്ട് ആലോചിക്കണം. ആധുനിക ലോകത്ത് മനുഷ്യരെ ചിന്താപരമായി അവരെ അവിശ്വാസത്തിലേക്ക് തള്ളിയിടുകയാണ്. ഇർത്തിദാദികൾ വളരുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് സംശയം ഉണ്ടാക്കുന്നത്? രണ്ട് രീതിയിലാണ് സംശയം ഉണ്ടാക്കുന്നത്. ഒന്ന് ശുബ്ഹാത്തുകളും, മറ്റൊന്ന് ശഹവാത്തുകളും. മനുഷ്യന്റെ മുന്നിൽ അവന്റെ എല്ലാ ഇച്ഛകളും തുറന്നിട്ട് കൊടുക്കുക. ആ ഇച്ഛയ്ക്കനുസൃതമായി ലോകത്തെ കുട്ടികളെ, കുരുന്നുകളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ സഞ്ചരിപ്പിക്കുക. അപ്പൊ ആ ഇച്ഛയ്ക്കനുസൃതമായി ജീവിക്കണമെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ സംശയമുളവാക്കുക. ആ സംശയങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ആ സംശയങ്ങൾ പറയുക. ആ പറച്ചിലും ചോദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എവിടെയൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അപകടമാണ്. ഇവിടെയൊക്കെ നമ്മളുടെ മുന്നിൽ വേറെ മാന്ത്രിക വടിയൊന്നുമില്ല. പരിശുദ്ധമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും ജാഹിലിയത്തിന്റെ ഇരുളിനെ വകഞ്ഞു മാറ്റി ഈ തൗഹീദും സുന്നത്തും അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും ഈ ശരീഅത്തിന് ആ ശക്തി അങ്ങനെ തന്നെയുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ പ്രത്യേകത, അതിന് ഒരിക്കലും ആരുടെ മുന്നിലും ഒരു നിലയിലും കീഴടങ്ങേണ്ട അവസ്ഥയെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഫിലോസഫി ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. അന്ന് ചില മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തിനെയും ഈമാനിനെയും ഫൽസഫ വെച്ചിട്ട് ഒപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ശാസ്ത്രത്തിന് ലോകത്ത് വലിയ മേൽക്കോയ്മയുണ്ടായി. അപ്പൊ ചില മനുഷ്യർ ഇനി ശാസ്ത്രം കൊണ്ട് ഒപ്പിച്ചിട്ട് ഇസ്ലാമിനെ നേരെയാക്കാൻ ശ്രമിച്ചു. ആ മനുഷ്യരും കുഴപ്പത്തിലായി. ഇപ്പൊ മനുഷ്യനുണ്ടാകുന്നത് മാനവികതയാണ്, അഥവാ മനുഷ്യത്വം എന്നൊരു പ്രത്യേക സംജ്ഞ, ഇൻസാനിയത്തെ മുന്നിൽ വെച്ചിട്ട് എന്ത് കാണിച്ചാലും അതൊക്കെ മാനവികമാണ് എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു കാലക്രമത്തിലായി. അപ്പൊ അതിനൊപ്പിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെ കാലഘട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു ദീനല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹിയായിട്ട് എന്താണോ അവതരിച്ചത്, ആ വഹിയിലൂടെ വന്നിരിക്കുന്ന പരിശുദ്ധമായ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും, അതിന്റെ എ മുതൽ ഇസഡ് വരെ, അതിന്റെ അലിഫ് മുതൽ യാ വരെ, അതിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, അതിന്റെ ഉച്ച മുതൽ കാലിന്റെ അഗ്രം വരെ സമ്പൂർണമായി വഹിയിലൂടെ വന്നതാണ്. അള്ളാഹു അറിയിച്ചതാണ്. അതിന്റെ അടിത്തറ വഹിയാണ്. അതിൽ സംശയമില്ല, അത് ഉറപ്പാണ്. അതിലൊരു കുറവുമില്ല, അതിലൊരു ന്യൂനതയും ഉണ്ടാകുകയില്ല. അള്ളാഹു സൃഷ്ടിച്ചൊരിക്കൽ ഈ പ്രപഞ്ചം എത്രത്തോളം സമ്പൂർണമാണോ, അള്ളാഹുവിന്റെ ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ എവിടെ ന്യൂനതയില്ലേ, ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശരീഅത്തിലും ഒരു ന്യൂനതയുമില്ല. അതെവിടെയും പറയാൻ നമുക്കൊരു മടിയുമില്ല. ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ അപ്രമാദിത്വമാണത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കി, ഞാൻ സൃഷ്ടിച്ചൊരിക്കൽ ഏതെങ്കിലും ഒന്നിലൊരു കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരും. ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. നിങ്ങൾ അങ്ങനെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ നോക്കിയിട്ട് ഒരു കുറവ് കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മസ്തിഷ്കം നിരാശപ്പെട്ട് നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങൾ വീണ്ടും നോക്കി, നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾ ഒരു കുറവ് കണ്ടെത്താൻ ശ്രമിക്കും. ഇത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് നമ്മളോട് മാത്രമല്ല, ഈ ലോകം ഖുർആൻ അവതരിച്ചത് മുതൽ ഇങ്ങോട്ട് വന്ന വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരോട്, സയന്റിസ്റ്റുകളോട്, ബുദ്ധിജീവികളോട്, പണ്ഡിതന്മാരോട്, മനുഷ്യരോട് എല്ലാവരോടും പറയുകയാണ്. ഇന്നവരെ ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പടച്ചവൻ സൃഷ്ടിച്ച കൊതുകിന്റെ സൃഷ്ടിപ്പിന്റെ പ്ലാൻ ശരിയായിരുന്നില്ല, അള്ളാഹു സൃഷ്ടിച്ച ഈച്ചയുടെ സൃഷ്ടിപ്പിന്റെ പ്ലാൻ ശരിയായിരുന്നില്ല? ഒരു സൃഷ്ടിയെ കുറിച്ച് പോലും ലോകത്താർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം പരിപൂർണമാണ്, സമ്പൂർണമാണ്, കുറ്റവിമുക്തമാണ്, ന്യൂനതരഹിതമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് പ്രപഞ്ചമെങ്കിൽ അള്ളാഹു ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ നടപ്പാക്കാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങളും അന്യൂനമാണ്. അത് കുറ്റരഹിതമാണ്, സമ്പൂർണമാണ്. ഒരു കുറവും ഒരു ന്യൂനതയും അതിന്റെ ഒരു നിയമത്തിലും എവിടെയും ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അത്ര അപ്രമാദിത്വമുള്ളതാണ് പരിശുദ്ധമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലൂടെ നമ്മുടെ മുന്നിൽ
കിട്ടിയിരിക്കുന്ന ശരീഅത്ത്. അപ്പൊ അതിനകത്ത് ഒരാൾക്ക് സംശയം ഉണ്ടാകുക, ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു വിദ്യാർത്ഥിനി ആരാകട്ടെ, അതിൽ സംശയം ഉണ്ടാകുന്നതിന്റെ കാരണം ഒന്നുകിൽ അജ്ഞതയാണ്, ശരീഅത്തിനെ കുറിച്ചുള്ള വിവരമില്ല. ഖുർആൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നമാ ശിഫാഉൽ ഗയ്യി അസ്സുആൽ, ഈ വിവരക്കേടിന്റെ മരുന്ന് നിങ്ങൾ അന്വേഷിച്ചു പഠിക്കുക എന്നുള്ളതാണ്. വിവരക്കേടിന്റെ മരുന്നതാണ്. ഒന്നുകിൽ ശരീഅത്തിന്റെ നിയമങ്ങളെ കുറിച്ച് അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വിവരവുമില്ല, അതല്ല എങ്കിൽ ഭൗതികമായ താല്പര്യങ്ങളും. എപ്പോ നോക്കിയാലും പരിശുദ്ധ ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് ലോകത്തെതിരെ നിൽക്കുന്നത് കാണാൻ കഴിയും. വ്യഭിചാരത്തിനെതിരാണ് ഇസ്ലാമാണ്, പലിശയ്ക്കെതിരെ നിൽക്കുന്നവരാണ് ഇസ്ലാമാണ്, മദ്യപാനത്തിനെതിരെ നിൽക്കുന്നവരാണ് ഇസ്ലാമാണ്, ലോട്ടറിക്കെതിരെ നിൽക്കുന്നവരാണ് ഇസ്ലാമാണ്. ഇങ്ങനെ ലോകത്ത് മനുഷ്യന് കുഴപ്പമുണ്ടാക്കുന്ന സകലമാന തിന്മകളുടെയും മറുഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാമാകുമ്പോ ഈ മറുഭാഗം കൊണ്ട് ലോകത്ത് ജീവിച്ച് ഭൂമി ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവരുടെ ശത്രുവാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് കുഴപ്പമുണ്ടാകും എന്ന് അത്തരം ചിന്താഗതി, അങ്ങനെ അതിൽ രമിക്കുന്നവർ ചിലപ്പോൾ പറഞ്ഞു, ആ ചിന്തകൾ വന്നിട്ടാണ് പലരും ഇങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം കൊണ്ട് മാത്രം പുറത്തു പോകും, ഈ കലിമയ്ക്ക് വിഘ്നം വരുത്തിയവരായിത്തീരും. അതുകൊണ്ട് സമുദായത്തിനകത്തുള്ള സാമൂഹിക സംസ്കരണത്തിന്റെ ഒന്നാമത്തെ പടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കലിമയിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ജീവിതമാർഗം പരിശുദ്ധ ഖുർആൻ സുന്നത്ത് ഇതാണ് ഒരു മനുഷ്യന്റെ വിജയത്തിനുള്ള ശരിയായ വഴി എന്ന് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കലുമാണ് സംസ്കരണത്തിലുള്ള ആകെ വഴി. അതാണ് പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഈമാൻ, തൗഹീദ്, കലിമത്ത്, ഖുർആൻ, ഹദീസ്, സുന്നത്ത്, ആ വഴിയിൽ ജീവിക്കുക. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ആ കലിമ പറഞ്ഞ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുക. ദുനിയാവിന്റെ സംസ്കരണവും വിജയവും ആഖിറത്തിന്റെ വിജയവും അതിലാണ് അള്ളാഹു തആല വെച്ചിരിക്കുന്നത്. പിന്നീട് നമ്മളുടെ സംസ്കരണത്തിലുള്ള ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, ഉസ്താദന്മാർ, ഇൽമുമായി ബന്ധപ്പെടുന്നവർക്കറിയാം, നമ്മളൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകൾ പഠിക്കുന്നവരാണ്. അതിങ്ങനെ എടുത്തു നോക്കിയാൽ നമസ്കാരത്തിന്റെ പാഠം മാത്രമല്ല, ഒന്ന് ഈമാനിന്റെ ഭാഗമുണ്ട്, പിന്നെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഉണ്ട്, അതോടി തീരുന്നില്ല. പിന്നെ ഒരുപാട് ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബജീവിതവും വിവാഹവും വിവാഹാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ മനുഷ്യന്റെ സാമ്പത്തിക രംഗമുണ്ട്, രാജ്യവും രാജ്യഭരണവും കുറ്റവും കുറ്റകൃത്യങ്ങളും ശിക്ഷാവിധിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കടന്നു പോകുന്ന ശരീഅത്തനുസരിച്ചുള്ള ജീവിതം, അത് സാമ്പത്തിക രംഗത്തും കുടുംബ ജീവിതത്തിലും രാഷ്ട്രീയ രംഗത്തും സകലമാന മേഖലയിലും ആ ശരീഅത്തനുസരിച്ചായി തീരുമ്പോഴാണ് ഒരു സംസ്കരണം രൂപപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മറ്റു സമുദായങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പാലിക്കുക. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തിൽ ആദ്യമായിട്ട് പഠിപ്പിച്ചതാണ് നമസ്കാരം. അത് മൂസാ നബിയോടും അല്ലാഹു തആല പറഞ്ഞു, വഅനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇബാദത്തിന്റെ ആദ്യമായിട്ട് മൂസാ നബിയോടും അല്ലാഹു പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ സ്മരണയ്ക്ക് വേണ്ടി നമസ്കാരത്തെ മുറപ്രകാരം നിലനിർത്തണം. അതുകൊണ്ട് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ വന്ന് പരിശുദ്ധമായ കലിമ സ്വീകരിച്ചു കഴിഞ്ഞാൽ സഹാബികളോട് പറയുമായിരുന്നു, അവർക്ക് നമസ്കാരം പഠിപ്പിക്കുക. ആ നമസ്കാരത്തെ പഠിപ്പിച്ചു, അടുത്ത വഖത്താകുന്നതിന് മുമ്പ് നമസ്കാരത്തെ പഠിപ്പിക്കുക. അത് ഇസ്ലാമിന്റെ ആദ്യത്തെ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കാര്യമാണ്. അതുകൊണ്ട് നമസ്കാരം ഏറ്റവും ശ്രദ്ധയോടുകൂടി നിർവഹിക്കണം. സഹാബാക്കൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ കുഫ്ർ കൊണ്ട് ഫത്വ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് നമസ്കാരം അത്ര ശ്രദ്ധയുണ്ടാകണം. അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലി അസ്സലാ, നാളെ ആഖിറത്തിൽ ആദ്യമായി ഒരു മനുഷ്യനോട് ചോദിക്കുന്ന കാര്യം നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് രീതിയിലുള്ള ചോദ്യമുണ്ട്, നമുക്കറിയാം. ഒന്ന് ഖബറിലെ ചോദ്യമാണ്. ഖബറിലെ ചോദ്യം അഖീദയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. മൻ റബ്ബുക വമാ ദീനുക വമാ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലത്തുക, ഇതൊക്കെ മനുഷ്യന്റെ അഖീദയുമായി ബന്ധപ്പെട്ടതാണ് ഖബറിലെ ചോദ്യം. മഹ്ശറയിലെ വിശദമായ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി, അതിൽ കുഴപ്പം വന്നാൽ ബാക്കിയെല്ലാം കുഴപ്പമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നമസ്കാരത്തെ ശ്രദ്ധിക്കുക. നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യാനാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുക, മുറപ്രകാരം നിർവഹിക്കണം. നമസ്കരിക്കാനല്ല, മുറപ്രകാരം നിർവഹിക്കണം. അതിന്റെ ഫർള്, ഷർത്ത്, അതിന്റെ വക്തുകൾ, അതിന്റെ സമയങ്ങൾ, ഇത് മുഴുവനും, അതിന്റെ ജമാഅത്ത്, ഇത് മുഴുവനും പാലിക്കണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലി അവ്വലി വഖതിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക. അത് പുരുഷന്മാർ ജമാഅത്തായിട്ട് അതിനുവേണ്ടി ബാങ്ക് വിളിക്കപ്പെടുന്ന പള്ളിയിൽ വന്ന് നമസ്കരിക്കുക, സ്ത്രീകൾ അവരുടെ വീടുകളിൽ നമസ്കരിക്കുക, അതിന്റെ വക്ത് ശ്രദ്ധിക്കുക. രണ്ട് രീതിയിൽ മഹാന്മാർ അതിന്റെ വക്ത് പറയുന്നുണ്ട്. ഒന്ന്, നമസ്കാരത്തിന്റെ അഫ്ളലായ വക്ത്, മുഖ്താറായ വക്ത്. രണ്ട്, അതിന്റെ ജായിസായ വക്ത്. അഫ്ളലായ വക്ത് ഏതാണ്? ഓരോ നമസ്കാരത്തിന്റെയും ആദ്യ സമയം. ജായിസായ വക്ത് അതിന്റെ അവസാന സമയം. ഇത് രണ്ടും ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ചില നമസ്കാരങ്ങളിൽ ഒഴിച്ച് നല്ല ചൂടുള്ള പ്രദേശത്ത് ളുഹർ നമസ്കാരത്തെ പിന്തിപ്പിക്കാൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ളുഹർ നമസ്കാരം, അതുപോലെ ചില ദിവസങ്ങളിൽ ഇശാ നമസ്കാരം, പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ ഓരോ നമസ്കാരവും അതിന്റെ ആദ്യ വക്തിൽ നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം അതിന്റെ ആദ്യ വക്തിൽ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്ത്, ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്ത്. അതിൽ ഈ ഉമ്മത്ത് വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ സഹായം തടയപ്പെടും. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാ നമസ്കാരം കൂടെ ചേർത്ത് ഒന്നിച്ച് നിസ്കരിക്കുക, അങ്ങനെ നിസ്കാരമില്ല. ഓരോ നമസ്കാരവും അതിന്റെ അവസാന സമയത്ത് നിരന്തരമായി നമസ്കരിക്കുക, അത് അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക സലാത്തുൽ മുനാഫിഖ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. അവൻ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി നിൽക്കും, അസ്തമിക്കാറാവുമ്പോൾ കോഴി കൊത്തുന്നത് പോലെ 4 കൊത്തു കൊത്തും. തിൽക സലാത്തുൽ മുനാഫിഖ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. നമസ്കാരം പഠിച്ച് നിർവഹിക്കുക. ഒരു ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ വന്ന് നമസ്കരിച്ചു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഫർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയിട്ട് നിസ്കരിക്കുക, നീ നിസ്കരിച്ചില്ല. ആ മനുഷ്യൻ മടങ്ങിപ്പോയിട്ട് രണ്ടാമത് നമസ്കരിച്ചു. വീണ്ടും ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി നമസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. രണ്ടാമതും ആ മനുഷ്യൻ നമസ്കരിച്ചിട്ട് വന്നു. അപ്പോഴും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി, നീ നമസ്കരിക്കുക, നീ നമസ്കരിച്ചിട്ടില്ല. 3 പ്രാവശ്യം ആ മനുഷ്യനെ കൊണ്ട് മടക്കി 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 നമസ്കരിപ്പിച്ചു. അതിനുശേഷം ആ മനുഷ്യൻ വന്നപ്പോൾ വീണ്ടും നബിതങ്ങൾ പറഞ്ഞ വാക്കിതാണ്, ഫർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി നമസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ ഇരുത്തിയിട്ട് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. നീ റുക്കൂ എങ്ങനെ ചെയ്യുക, സുജൂദ് എങ്ങനെ ചെയ്യുക, സമാധാനത്തോടെ അതിനകത്തുള്ള തസ്ബീഹാത്തുകൾ പറയുക എന്ന നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പഠിപ്പിച്ചത്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാം, ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ളവരാണ്. 2 കാര്യങ്ങൾ നബിതങ്ങൾക്ക് ഇഖ്തിയാർ കൊടുത്താൽ, സ്വാതന്ത്ര്യം കൊടുത്താൽ, ഉമ്മത്തിന് എളുപ്പം ഏതാണോ അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും നല്ല അധ്യാപകൻ, ഏറ്റവും നല്ല കരുണയുള്ളവർ. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങൾ വിഷമിക്കുന്നത് ആ പ്രവാചകർക്ക് അസഹ്യമാണ്, നിങ്ങളുടെ മേൽ അങ്ങേയറ്റം അത്യാഗ്രഹിയാണ്. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, ഈ മനുഷ്യനെ 3 പ്രാവശ്യം പറഞ്ഞു വിട്ട് നീ പോയി നിസ്കരിക്കുക, നീ പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞ് നമസ്കരിപ്പിച്ചത് എന്തിനാണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അധ്യാപകനാണ്. നമസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ റൂഹ് തൊണ്ടക്കുഴിയിൽ ഉള്ളിടത്തോളം ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അതെങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ പോരാ, അതിനെ ഇഖാമത്ത് ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ മനുഷ്യന് നമസ്കാരത്തിൽ വന്നിട്ടുള്ള ഈ വീഴ്ച തിരുത്തണമെങ്കിൽ അയാളെ പറഞ്ഞു വിട്ട് വീണ്ടും വീണ്ടും നമസ്കരിപ്പിക്കണം. അപ്പൊ ആ മനുഷ്യൻ ഓർമ്മ വരും, എന്റെ നിസ്കാരം ഇത്ര ഗൗരവത്തോടുകൂടി ഇങ്ങനെ തിരുത്തി തന്നു, അല്ല കേവലം ഒന്ന് പറഞ്ഞു വിടുക
വിടുകയല്ല, അതിന്റെ ഗൗരവം കൂടി ആ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ, ആ മനുഷ്യനെ മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ വരുന്ന നമ്മളെയും ബോധ്യപ്പെടുത്താനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ മടക്കി വിട്ട് വീണ്ടും 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 നമസ്കരിപ്പിച്ചത്. അപ്പൊ അത്രത്തോളം സൂക്ഷ്മത നമസ്കാരത്തിൽ പുലർത്തണം. അതിന്റെ വക്തിൽ ശ്രദ്ധിക്കണം, അതിന്റെ ഫർളുകളും ഷർത്തുകളും സൂക്ഷിക്കണം. എങ്ങനെയെങ്കിലും നമസ്കരിക്കലല്ല, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിനകത്ത് ഭയഭക്തി ഉണ്ടാകണം. അതിനെ പുരുഷന്മാർ ജമാഅത്തായിട്ട് നിർവഹിക്കണം. ചില ഇമാമിങ്ങളുടെ അടുക്കൽ ഫർള് നമസ്കാരത്തിന് ജമാഅത്ത് ഷർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തായിട്ട് നിർവഹിക്കണം. ഈ രീതിയിൽ മനുഷ്യന്റെ സംസ്കാരത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം. അതിനെ പൂർണ്ണമായി ശ്രദ്ധിക്കുക. പരിശുദ്ധ റമളാൻ മാസം വരികയാണ്. റമളാനിന്റെ നോമ്പ് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുക. നമുക്കറിയാം റമളാനിന്റെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ആ നോമ്പിന്റെ ഫർളും ഷർത്തും ഒക്കെ പാലിക്കും. പക്ഷേ പലപ്പോഴും നോമ്പിന്റെ അമലുകൾ, സവാബുകൾ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തികൾ ഉണ്ടാകും. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനോടൊപ്പം നോമ്പിന് ഭംഗം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. സക്കാത്ത് അത് നിർബന്ധമായിട്ട് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നതാണ്. ഒരു മടിയും കൂടാതെ സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കി തന്നെ സക്കാത്ത് കൊടുക്കുക. ഹജ്ജ് ഫർളായിട്ടുള്ള മനുഷ്യൻ നിർബന്ധമായിട്ടും അത് മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് ചിന്തിക്കാതെ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുക. മഹാനായ സയ്യിദ്നാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ചില മനുഷ്യർ മരണത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്തിനോട് പറയും, ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് താമസിപ്പിച്ചു തന്നിരുന്നെങ്കിൽ. ആ ആയത്തിന്റെ തുടക്കം നമുക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മരണവേളയിൽ അല്പസമയം കൂടെ പിന്തിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്ന ഈമാൻ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവർ രണ്ട് വിഭാഗം ആൾക്കാരാണ്. ഒന്ന് സക്കാത്ത് ഫർളായിട്ട് അത് കൊടുത്തു വിടാത്തവർ, രണ്ട് ഹജ്ജ് നിർബന്ധമായിട്ട് അത് നിർവഹിക്കാത്തവർ. ഇന്നത്തെ ഈ കാലഘട്ടം നമുക്കറിയാം ഇന്ന് പലരും ഇങ്ങനെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പറയും, ഇന്നാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു. ആ പറച്ചിലാണ്. പിന്നെ അള്ളാഹ്ക്ക് അറിയാതെ ഏറ്റെടുത്താലായി ഇല്ലെങ്കിലായി. ഹജ്ജ് അത് പലരും ജീവിത കാലഘട്ടത്തിൽ നിർവഹിക്കാതെ കടന്നുപോയാൽ പിന്നെ ആരെങ്കിലും ചെയ്താലായി ഇല്ലെങ്കിലായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള അള്ളാഹു നിർബന്ധമാക്കിയ ഫർളുകളെ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കുക. സക്കാത്ത് ആണെങ്കിലും ഹജ്ജാണെങ്കിലും ആ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇബാദത്തുകളിൽ ശ്രദ്ധയുണ്ടാകുക. ഫർളായ ഇബാദത്തുകൾ ഉപരിയായിട്ട് അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച സുന്നത്തായ ഇബാദത്തുകൾ, അത് നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സദഖകളാണെങ്കിലും അതുപോലെ തന്നെ ഹജ്ജല്ലാത്ത ഉംറ കർമ്മങ്ങളും ഫർളല്ലാത്ത ഹജ്ജുകളാണെങ്കിലും അതിലെല്ലാം മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ, സഹാബികൾ സൂക്ഷ്മത പാലിച്ചതുപോലെ ശ്രദ്ധിച്ചതുപോലെ ആ ഇബാദത്തുകളുടെ കാര്യങ്ങളുടെ നമ്മൾ ശ്രദ്ധിക്കുക. സാമൂഹിക സംസ്കരണത്തിന്റെ മൂന്നാമത്തെ ഭാഗം സാമ്പത്തിക വിശുദ്ധി നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. നമുക്കറിയാം സമ്പത്ത്, പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ ഭൂമിയിലെ നിലനിൽപ്പിന് ആധാരം എന്നാണ്. വലാ തൂതു സുഫാ അംവാലക്കുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിനെ വിഡ്ഢികളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. സമ്പത്ത് സൂക്ഷ്മതയോടുകൂടി ചെലവാക്കുക. സമ്പാദ്യം, അതിന്റെ ചെലവഴിക്കൽ, ഇക്കാര്യത്തിൽ പരലോകത്ത് ചോദ്യമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പക്ഷേ 50% ചോദ്യമാണത്. നീ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു? എങ്ങനെങ്കിലും സമ്പാദിക്കാനും അനുവാദമില്ല, എങ്ങനെങ്കിലും ചെലവഴിക്കാനും അനുവാദമില്ല. കാരണം ഈ സമ്പത്ത് ഇത് നമ്മളാരും കൊണ്ടുവന്നതല്ല, നമ്മളാരും കൊണ്ടുപോകുന്നതല്ല. ഒരാളുടെ 10 സെന്റ്, ഒരാളുടെ 1 ഏക്കർ, ഒരാളുടെ കോടി, ഒരാളുടെ 10 ഫ്ലാറ്റ്, അയാളുടെ 100 കണക്കിന് ഏക്കർ, ഇതിവിടെയൊക്കെ ആരും ജനിച്ചു വന്നപ്പോൾ ഇവിടെ ആ കൂട്ടത്തിൽ വന്നതല്ല. ഇവിടെ നേരത്തെ ഉണ്ട് ഈ സംഭവം, ഈ ഭൂമി, ഇതിനകത്തുള്ള അടിസ്ഥാന മൂലധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇയാൾ പോകുമ്പോൾ കൊണ്ടുപോവുകയില്ല, അയാൾ ഇവിടെ ഇട്ടിട്ട് പോകും. അങ്ങനെയാണ്. നിങ്ങൾ ഇരിക്കുന്ന കസേരയും അവിടെ വേറൊരാൾ വരും, നിങ്ങൾ ഇരിക്കുന്ന ഉദ്യോഗം അതിൽ വേറെ ആൾ വരും, നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ വരും. ഇന്നല്ലാഹ മുസ്തഖലഫക്കും ഫീ, അല്ലാഹു നിങ്ങളെ ഇതിൽ താൽക്കാലികമായി പ്രതിനിധികളാക്കിയിരിക്കാൻ. ജാഹിലിയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ പ്രവാചകത്വ കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യർക്ക് പോലും അറിയാമായിരുന്നു ഈ സമ്പത്തിന്റെ ഉടമസ്ഥത അത് പടച്ചവനുള്ളതാണ് എന്ന്. പിന്നെ താൽക്കാലികമായി ക്രയവിക്രയം ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ
എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ശുചിത്വം ഉണ്ടാകണം. വഞ്ചന, പലിശ കടന്നു വരുന്ന ഒരു സമ്പത്തും ഒരു മോമിനുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. കാരണം ഹദീസിൽ വരുന്നുണ്ട്, കുല്ലു ജിസ്മിൻ നബത മിനസ് സുഹത് ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ വളർന്ന ശരീരത്തിന് നരകമാണ് കടമപ്പെട്ടത്. ഇസ്ലാമിക ശരീരത്തിൽ പല ബിസിനസ്സുകളും ഹറാമാക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? കടന്നു വരുമ്പോൾ അതിന്റെ പലിശയുടെ അംശം കടന്നു വരാൻ സാധ്യതയുള്ളത്, അതിനെ ഹറാമാക്കിയിട്ടുണ്ട്. അധ്വാനിക്കുന്നതും കൃഷി ചെയ്യുന്നതും കച്ചവടം ചെയ്യുന്നതും ഉദ്യോഗം ചെയ്യുന്നതുമൊക്കെ ഒരു ഇബാദത്ത് എന്നതുപോലെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ആ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തുന്നതിന് വളരെ നരകം വിലയ്ക്ക് വാങ്ങുന്ന കുറ്റകൃത്യമായിട്ടും ശരീഅത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അത്താജിറു സാദിഖു, സത്യസന്ധനായ കച്ചവടക്കാരൻ, മാൻ നബിയിന വസ്സദീഖിന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളോടൊപ്പമായിരിക്കും നാളെ ആഖിറത്തിൽ. രാവിലെ നമ്മൾ കടയിൽ പോയി, കട തുറന്നു, ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കച്ചവടം ചെയ്തു, രാവിലെ ഉദ്യോഗത്തിന് പോയി, ഉദ്യോഗം ചെയ്തു, തൊഴിൽ ചെയ്തു, ഇത് മുഴുവനും ഒരു മനുഷ്യന് നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന വലിയ വലിയ കർമ്മങ്ങളാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോവുകയാണ്. സഹാബികൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ യാത്ര ദീനിന്റെ വഴിയിലായിരുന്നെങ്കിൽ, ദീനിന്റെ ജിഹാദിന്റെ വഴിയിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ മനുഷ്യൻ എന്തിനാണ് പോകുന്നത്? അയാൾ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യന്റെ കച്ചവടം ഇഫത്തോടെ ജീവിക്കാൻ വേണ്ടിയും ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടിയും പൊങ്ങച്ചം കാണിക്കാതിരിക്കാനും ഒക്കെ ആണെങ്കിൽ ഫീ സബീലില്ല, അത് അല്ലാഹുവിന്റെ മാർഗം തന്നെയാണ്. അതല്ല മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാനും മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ ഫീ സബീലി ശൈത്താൻ, അത് പിശാചിന്റെ വഴിയാണ്. സമ്പാദിക്കണ്ട എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. സമ്പാദിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, സമ്പാദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാ മുസ്ലിമീങ്ങളും ദരിദ്ര നാരായണന്മാരായി ജീവിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം പറയുകയില്ല. സമ്പന്നരോട് ഒരു വെറുപ്പുമില്ല ഇസ്ലാമിന്. ലാ ഹസദ ഇല്ലാ ഫിദ്നത്തൈൻ റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതി എന്ന് പഠിപ്പിച്ച ദീനാണിത്. രണ്ടു കൂട്ടർ അസൂയാർഹരായ ഭാഗ്യവാന്മാരാണ്. ഒന്ന് ഇൽമു പഠിച്ചു, അതിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നു. മറ്റൊന്ന് ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചു, അതിനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. യാചന, നിന്ദ്യതയാണെന്ന് പഠിപ്പിച്ച ദീനാണിത്. അസ്വാലു ദില്ലത്തിൻ വലൗകാന തരീഖൻ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്. യാചന ഒരു നിന്ദ്യതയാണ്, അതൊരു വഴി ചോദിക്കലാണെങ്കിൽ പോലും എന്ന് പഠിപ്പിച്ച ദീൻ. അത്രത്തോളം ഇസ്സത്തും അന്തസ്സും പഠിപ്പിക്കുന്നു. പക്ഷേ സമ്പാദിക്കുമ്പോൾ അധ്വാനിച്ചിട്ട് കിട്ടുന്നത് ചെറുതാണെങ്കിലും അതിൽ തൃപ്തിപ്പെടണം. അതിന് അനധികൃതമായ മാർഗത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ധനത്തെ അനർഹമായിട്ട് കൈക്കലാക്കാനോ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ സമ്പാദിക്കാനോ പാടില്ല. അതിന് ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ദീനുമാണ് ഇസ്ലാം. നാളെ ആഖിറത്തിൽ 50% ചോദ്യമാണ്. അതുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ വസ്ത്രം, നമ്മളുടെ പാർപ്പിടം, നമ്മളുടെ വാഹനം, ലോകം പല രീതിയിൽ സഞ്ചരിക്കും. അപ്പുറത്തെ വീട്ടുകാരന് കോടിയുടെ വാഹനം, എനിക്കും അങ്ങനെ കോടിയുടെ വാഹനം, അവന്റെ വീട് അങ്ങനെയാക്കി, എന്റെ വീട് അങ്ങനെ ആക്കണം. ഇങ്ങനത്തെ ചിന്താഗതികൾ വിട്ടിട്ട് കിട്ടുന്ന സമ്പാദ്യം കൂടുതലാകട്ടെ കുറവാകട്ടെ അത് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ഹലാലായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഒരു മുസ്ലിമിനെയും ഒരു മൂമിനെയും ഒരു മൂമിനല്ലാത്തവനെയും വേർതിരിക്കുന്ന ഒരു അതിർവരമ്പാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇസ്ലാഹെ മുആശ്റയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സാമ്പത്തിക വിശുദ്ധി എന്നുള്ളത്. എത്രത്തോളം ആ വിഷയത്തിലുള്ള ഓരോ ജുസ്ഇയ്യാത്തും ഓരോ ഭാഗങ്ങളും ഇസ്ലാം പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി, ഭൂമിയുടെ അതിര് തോണ്ടുന്നവനെ, അതിർത്തിയിലിട്ടിരിക്കുന്ന കല്ലുകളെ മാറ്റിയിടുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഒന്ന് തോണ്ടി ഒരു കല്ല് നീക്കിയിട്ടു, അല്ലെങ്കിൽ അതിനെ ഒന്ന് വളച്ചു വെച്ചു, നമ്മൾ വിചാരിക്കും അവിടെ ഒരു അല്പ സെന്റ്, അവന്റെ ഒരു അല്പം എനിക്ക് കിട്ടിയെന്ന്. സഹോദരങ്ങളെ, നാളെ ആഖിറത്തിൽ അതിന്റെ 7ാം ഭൂമി വരെ ഈ മനുഷ്യൻ തലയിൽ ചുമന്നുകൊണ്ട് വരേണ്ടി വരും. അത്ര അപകടമാണ്. ഇത്ര കൃത്യമായിട്ട് ഓരോ സൂചി പോയിന്റിലും ഇസ്ലാമിക സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾ കാണാൻ കഴിയും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ കാണാൻ കഴിയും. കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുമായിരുന്നു. ആ മാർക്കറ്റിൽ വെച്ചിരിക്കുന്ന ധാന്യത്തിനകത്തേക്ക് കൈയിട്ടിട്ട് ഇതിനകത്ത് നനഞ്ഞതും മുകളിൽ ഉണങ്ങിയതും ഇതെങ്ങനെയായി സഹോദര എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഴ പെയ്തു, നനഞ്ഞു. ആ നനഞ്ഞ ധാന്യത്തെ ഞാൻ അടിയിലേക്കാക്കി, ഉണങ്ങിയ ധാന്യത്തെ മുകളിൽ വെച്ചു. ഇത് വാങ്ങാൻ വരുന്ന കസ്റ്റമറിന്
ബോധ്യപ്പെടുന്ന രീതിയിൽ, അതിന്റെ ന്യൂനത വെളിപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് നീ വെച്ചില്ല? മൻ ഗശ്ശ ഫലൈസ മിന്ന, വഞ്ചന ചെയ്യുന്നവൻ നമ്മൾപ്പെട്ടവനല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടത്തിൽ മദീനയുടെ മാർക്കറ്റിലൂടെ ഇസ്ലാമിന്റെ ഖലീഫ ചുറ്റിക്കറങ്ങി നടക്കും. എന്നിട്ട് ദീനുൽ ഇസ്ലാമിന്റെ കച്ചവട സംബന്ധമായ മസല പഠിച്ചിട്ടില്ലാത്ത ഒരൊറ്റയാളെയും ആ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല. ചാട്ടയ്ക്കടിച്ചിട്ട് ആ മനുഷ്യനെ ഓടിക്കുമായിരുന്നു. നമ്മളുടെ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യണമെങ്കിൽ ഇതിന്റെ ഹലാല് ഹറാമുകളെ മനസ്സിലാക്കിയിരിക്കണം. സാമ്പത്തിക വിശുദ്ധി, അതിനകത്ത് ശരീഅത്തിന്റെ കൽപ്പന, സാമൂഹിക സംസ്കരണ രംഗത്തിൽ ഇസ്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനർഹമായിട്ടൊരു മനുഷ്യന്റെയും ഒരു മണി പോലും നമ്മളിലേക്ക് വരാതെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഒരു തലമുറ, നമ്മളുടെ മുൻഗാമികൾ അനർഹമായിട്ടെന്നല്ല, സംശയത്തിന്റെ മുതൽ പോലും കഴിക്കാതെ സൂക്ഷിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണിത്. ആ ഒരു ശുദ്ധി ഉണ്ടാകണം. നാലാമതായിട്ട് നമ്മളുടെ ജീവിത വിശുദ്ധി, കുടുംബജീവിതം, ബന്ധങ്ങൾ, കെട്ടുപാടുകൾ, സഹവർത്തിത്വം, ഇത് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പന അനുസരിച്ചായിരിക്കണം. എന്തുകൊണ്ട് പല കാര്യങ്ങളിലും നമുക്കറിയാം, പലപ്പോഴും പല നിലയിലുള്ള സംജ്ഞകളും ഇന്ന് ലോകത്ത് പൊതുവായ ചർച്ചകളിൽ ഇസ്ലാമിന്റെ പല സാങ്കേതിക പ്രയോഗങ്ങൾ അത് നന്ദി ചർച്ചയാണ്, ഇന്ന് മാർക്കറ്റിൽ ചർച്ചയാണ്. എന്തുകൊണ്ട് പലരും ഇസ്ലാമിനെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ മുത്തലാഖ് ബില്ലെന്നൊരു ബില്ല്, മുത്തലാഖ് എന്ന ബില്ലെന്ന് പറയുന്ന ഒരു ബില്ല് വന്നപ്പോൾ എന്തോ ഒരു വലിയ സംഭവം. എന്താ, മുസ്ലിമീങ്ങൾക്ക് മുത്തലാഖ് ചെല്ലുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നു. നമുക്കറിയാം യഥാർത്ഥത്തിൽ തലാഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്? ഖുർആനിൽ പല മസാലകളും ചുരുക്കി പറയുമ്പോൾ വിവാഹവുമായും വിവാഹാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എത്ര വിശദമായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. സൂറത്തുൽ ബഖറയിലൂടെ, സൂറത്തുൽ നിസായിലൂടെ, സൂറത്തുൽ അഹ്സാബിലൂടെ, വിവിധ അധ്യായങ്ങളിലൂടെ വിശദമായി പഠിപ്പിക്കുകയാണ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓരോ രംഗത്തും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, പുരുഷനോടുള്ളത്, സ്ത്രീയോടുള്ളത്, ഭാര്യയോടുള്ളത്, ഭർത്താവിനോടുള്ളത്, അതിന്റെ സാങ്കേതിക പ്രയോഗങ്ങൾ തന്നെ എത്ര അഴകാർന്നതാണ്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന വാക്കുകൾ, ഈ ഭാര്യ ഭർത്തൃ എന്ന വാക്ക് പോലും നമ്മൾ നിവൃത്തികേട് കൊണ്ട് പറയുന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ തന്നെ എത്ര പവിത്രമാണ്. അങ്ങനെയുള്ള കുടുംബജീവിതം പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണിത്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി, പെൺകുട്ടികൾ ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, വിവാഹത്തിലെ ആർഭാടത്തെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം ഒന്ന് വിവാഹം നടത്തി കിട്ടിയാൽ മതി, ഇപ്പൊ ആർഭാടം ഉണ്ടാകാതിരിക്കട്ടെ. ആർഭാടം നടത്തുന്നത് മോശം തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? കാലക്രമം അങ്ങനെ പോവുകയാണ്. പെൺകുട്ടികൾ പറയും, നമുക്ക് വിവാഹം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, നമുക്ക് ഇങ്ങനെ അങ്ങ് സ്വാതന്ത്ര്യത്തോട് ജീവിച്ചാൽ മതി. ലോകം അവരെ നശിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ യൂറോപ്പ് തകർന്ന് തരിപ്പണമായ അവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഫെമിനിസം എല്ലാം അവർ മടുത്ത്, അവർ വെറുത്ത് വലിച്ചെറിഞ്ഞപ്പോ നമ്മളുടെ നാടുകളിലേക്ക് അതിനെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഫെമിനിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ വരുന്നത് യൂറോപ്പിലെ സ്ത്രീകളിൽ നിന്നാണ്. ഫെമിനിസം സ്ത്രീകളോട് ചെയ്തത്, സമുദായത്തോട് ചെയ്ത ആക്രമണങ്ങളെ കുറിച്ച് വാചാലമായി അവർ പറയുമ്പോൾ, അത് അനുഭവിച്ചു മടുത്ത് എടുത്തറിയുമ്പോൾ അതിനെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറ നമുക്ക് വിവാഹം വേണ്ട എന്നൊരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ എത്തുന്ന കാലക്രമം. എനിക്കൊരു ഭർത്താവിനെ വേണ്ട, എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. ചില അവസ്ഥകൾ അവർക്ക് പഠിപ്പിക്കാൻ, ഹുരിയത്ത് സ്വാതന്ത്ര്യം, ഇഖ്വാനിയത്ത് സാഹോദര്യം, ഇൻസാനിയത്ത് മാനുഷികത്വം, ഇങ്ങനെയൊക്കെ ചില തത്വങ്ങൾ, ചില വാക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ വേറെ ഏതോ ഒക്കെ ശൈത്താനിയത്തിലേക്ക്, പൈശാചികത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. ലോകത്ത് ഒരു മതക്രമങ്ങളും ഒരു നാഗരികത സമൂഹവും അംഗീകരിക്കാത്ത ഒരു ജീവിത മാർഗത്തിലേക്ക് വളരെ തന്ത്രപൂർവം വിദ്യാർത്ഥിനികളെ തള്ളിയിടുന്ന ഒരു സാംസ്കാരിക രാഹിത്യം, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാടുകളിൽ നട്ടുവളർത്തുകയാണ്. എന്തെല്ലാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ കൊല്ലുക, പിതാക്കന്മാരെ കൊല്ലുക, അറുത്തു കൊല്ലുക. പിശാചി സേവ ചെയ്തിട്ട് സ്വന്തം പിതാവിന്റെ തലയറുത്തു കൊല്ലുന്നവരുടെ ഒരു കാലഘട്ടം. മക്കൾ ഒരു മടിയുമില്ലാതെ മാതാപിതാക്കളെ വധിക്കുകയാണ്, അവരെ അധ്യാപകരെ ആക്രമിക്കുകയാണ്, ഉപദ്രവിക്കാൻ. ആരാണ് ഇത് പഠിപ്പിച്ചത്? ഇതേതെങ്കിലും മതസമൂഹം പഠിപ്പിച്ചതാണോ? മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതാണോ? ഭൗതികവാദം ലോകത്ത്, ഭൗതികവാദം എന്ന ജാഹിലിയത്ത് ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മനുഷ്യരുടെ ശത്രുവാണ്. ആ പൈശാചികത്വത്തെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയണം. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും,
എല്ലാ സമൂഹങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം. നമ്മുടെ കലാലയങ്ങൾ പരിശുദ്ധമാകണം. നമ്മുടെ സ്കൂളുകളും കോളേജുകളും പഴയ പവിത്രതയും പരിശുദ്ധിയും തിരിച്ചു പിടിക്കണം. അതൊരു വലിയ അധ്വാനമാണ്. അതിന് നമ്മളുടെ മുന്നിലുള്ളത് ഇലാഹിയായ നിർദ്ദേശങ്ങളാണ്. നമ്മുടെ മദ്രസകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ, അവർക്കെല്ലാം ഈ നിർദ്ദേശങ്ങൾ നന്നായി പഠിപ്പിക്കണം. അവരെ വേട്ടയാടുന്ന പൈശാചികത്വത്തിന്റെ ഈ അവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കണം. വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഏറ്റവും നല്ലൊരു മാനവിക ജീവിതം, ഒരു മനുഷ്യ ജീവിതം, മാതാപിതാക്കളെ അനുസരിക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാർ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന കൂട്ടുകുടുംബം, അങ്ങനത്തെ ലോകത്ത് പഠിപ്പിച്ച വ്യവസ്ഥിതിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഭൗതികവാദികൾ കൊണ്ടുവരുന്ന ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ അവര് പ്രൊമോട്ട് ചെയ്യുന്ന പുഴുവരിച്ച ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് ലോകത്തെ തള്ളിവിടുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ജാഹിലിയത്തിനെതിരെ ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, അവിടെ വിവാഹത്തിന്റെയും വിവാഹാനന്തര ജീവിതത്തിലും കൽപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾ, അതെല്ലാം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ രീതി നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് വളർത്തുകയും ചെയ്യണം. അതിനൊക്കെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇവരെ തിരിച്ചുപിടിക്കാനുള്ള ഒരു കഠിനമായ ശ്രമം ആ രംഗത്ത് നടത്തുമ്പോൾ കൂടിയാണ് നമ്മുടെ സാമൂഹിക സംസ്കരണം നന്നായി തീരുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളുടെ വെക്കേഷൻ സമയത്തുള്ള നമ്മളുടെ കുട്ടികളുടെ ക്ലാസുകൾ മദ്രസകൾ കേന്ദ്രീകരിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ക്ലാസുകൾ, അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളെ അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ പുറപ്പെടുവിക്കുന്ന, അങ്ങനെ കൊണ്ടുപോയി അവരെ തർബിയത്ത് ചെയ്യുന്ന മാർഗങ്ങൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന വലിയ വലിയ ജിഹാദികളാണ്. നമ്മളെ വാക്കുകളെ തെറ്റിദ്ധരിക്കരുത്. ഈ സമൂഹത്തെ സംസ്കരിക്കുന്നതിലുപരിയായി പ്രവാചകന്മാരുടെ നിയോഗം അതിനല്ലേ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവരിലേക്ക് ആ പ്രവാചകനെ അല്ലാഹു തആല അയച്ചു. എന്തിനാണ്? ഹുവല്ലദീ ബഅസ റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കൊടുക്കാൻ, വയുസക്കിഹിം, അങ്ങനെ അവരെ സംസ്കരിക്കാൻ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അങ്ങനെ അവരെ പരിശുദ്ധരാക്കാൻ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ സന്ദേശം കിട്ടുന്നതിന് മുമ്പ് അവർ ദുർമാർഗികളാണെങ്കിലും വഴികെട്ട് പോയവരായിരുന്നെങ്കിലും അവരെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. ആയതുകൊണ്ട് എല്ലാ രംഗത്തും എവിടെയൊക്കെയാണോ പുഴുവരിക്കുന്നത്, എവിടെയൊക്കെയാണോ ധാർമ്മികതയ്ക്ക് ഉറുമ്പരിക്കുന്നത്, അവിടെയൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാൻ, കുട്ടികളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മളുടെ കുടുംബ സംവിധാനങ്ങളെ നന്മയിലേക്കും സുന്നത്തിലേക്കും ഖുർആനിലേക്കും തിരിച്ചു നടത്താനുള്ള നമ്മളുടെ കഠിനമായ പരിശ്രമം, ഇതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് സാമൂഹ്യ സംസ്കരണം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ബോയ്സ് ബോർഡ്, അതിന്റെ മഹാന്മാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്ദേശങ്ങളും. അല്ലാഹു റബ്ബുൽ ആലമീൻ ശരിയായ രീതിയിൽ ഉമ്മത്തിനെ നയിക്കാനും സ്വയം ജീവിതം നന്നാക്കിക്കൊണ്ട് റബ്ബുൽ ആലമീന് വേണ്ടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സ് ഇതിലേക്ക് ക്ഷണിച്ച ഈ സ്ഥാപനത്തിലെ ഉസ്താദന്മാർ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമുള്ള കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദ് ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.